പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് സ്നേഹത്തോടെ അൾത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈ 3 മണി സമയം ഞങ്ങളുടെ മേലിൻ്റെ വലിയ കരുണയും സ്നേഹവും ചൊരിഞ്ഞ സമയമാണ്. കൃപസമൃദ്ധമായ മനുഷ്യവംശത്തിൻ്റെ മേൽ ചൊരിഞ്ഞ സമയം. ഇത്രമാത്രം പാപികളായിരുന്നിട്ടും ബലഹീനരായിരുന്നിട്ടും നിസ്സാരരായിരുന്നിട്ടും നീ ഞങ്ങളോട് കാണിച്ച വലിയ സ്നേഹം, കരുണ, തിന്മയുടെ മേൽ നന്മ വിജയം വരിച്ച സമയം. കാൽവരിയിൽ നീ ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം പോലും ചിന്തി ഞങ്ങളെ ഓരോരുത്തരെയും വീണ്ടെടുത്ത അസുലഭമായ സമയം. ഈശോയെ, ഈ ഒരു വലിയ ബോധ്യത്തോടെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളോട് കാണിച്ച അനന്തമായ സ്നേഹത്തെ ഓർത്ത് നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ അനന്തമായ കരുണയെ ധ്യാനിച്ചുകൊണ്ട് കടന്നുപോകുന്ന സമയമാണ്. 3 മണി സമയം കൃപയുടെ സമയമാണ്. കർത്താവിൻ്റെ കാരുണ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയും കരുണയുള്ള ജീവിതങ്ങളാക്കി മാറ്റുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. നമ്മുടെയൊക്കെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഒത്തിരിയേറെ പാപാവസ്ഥകളിലൂടെയും പാപത്തിൻ്റെ ആ ഒരു വലിയ ബന്ധനത്തിലൊക്കെ നമ്മൾ വീണുപോയിട്ടുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ബലഹീനതയാണ് അവന് ആയുണ്ട് എന്നുള്ളത്. പാപം ചെയ്യുവാനും പാപത്തെ ഇല്ലാതാക്കുവാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു വലിയ ഒരു കഴിവും അതുപോലെ തന്നെ അതിലേക്ക് വീഴാനുള്ള സാധ്യതകളും അവന് കൂടുതലാണ്. പക്ഷെ പാപം ചെയ്ത് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ഇത്രയും പാപം ചെയ്തിട്ട് ഞാൻ രക്ഷപ്പെടുമോ? ഇത്രയും പാപം ചെയ്തതിന് ശേഷം എനിക്ക് നിത്യജീവൻ അവകാശമാക്കുവാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, അതിനുള്ള ഒരു ഉറച്ച മറുപടി നമ്മൾ കാണുന്നത് വചനത്തിലാണ്. വചനത്തിൽ അതിനുള്ള മറുപടി കാണുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 24-ാം തിരുവചനം പറയുന്നു: പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. അതായത് അനുതപിച്ച് തിരിച്ചു വരാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ, അനുതാപത്തോടെ വീണ്ടും ദൈവത്തിൻ്റെ കരുണയെ സമീപിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കരുണ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. വീണ്ടും വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പാപത്തെക്കുറിച്ച്, പാപ സാഹചര്യങ്ങളിൽ വീണുപോയ നിമിഷങ്ങളെ ഓർത്ത് അനുദപിക്കാൻ തുടങ്ങുമ്പോൾ ഒത്തിരിയേറെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കും. പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ, തൻ്റെ ജീവിതത്തിൽ വന്നു പോയ കുറവുകളൊക്കെ ഒത്തിരി അഭിമാനത്തോടെ പറയാണ്. അതായത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. സാധാരണ നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളോ ബലഹീനതകളോ ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പറയുവാനും അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവരോട് പറഞ്ഞു വയ്ക്കുവാനൊക്കെ ഒത്തിരിയേറെ മടിക്കുകയും നാണിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തർ. പക്ഷെ പൗലോസ്ലീഹ പറയുന്നു, എൻ്റെ വീഴ്ചകൾ ഇതൊക്കെയാണ്, എൻ്റെ കുറവുകൾ ഇതൊക്കെയാണ്. പക്ഷേ ഇതിനേക്കാളും ഉപരിയായി എവിടെയാണോ ഞാൻ ഏറ്റവും കൂടുതൽ ബലഹീനനാകുന്നത്, അവിടെ ദൈവത്തിൻ്റെ വലിയ കരുണ എൻ്റെ ജീവിതത്തിൽ നിറയും. അവിടെ ഞാൻ ബലപ്പെടും.
ആ ഒരു വലിയ ബോധ്യത്തോടു കൂടെയാണ് പൗലോസ്ലീഹ ഓരോ കാര്യങ്ങളും പറയും. വീണ്ടും പറയുന്നത്, നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മൾ സത്യമില്ലെന്ന് വരും. നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ നമുക്ക് രക്ഷയും വിശദീകരണവും കൈവരിക്കാനാകും. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ പറയുന്ന കാര്യമാണ്. വീണ്ടും നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, പാപം മൂടി വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, എന്നാൽ അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് ദൈവകൃപ ലഭിക്കും. സുഭാഷിതങ്ങൾ 28:13. കുമ്പസാരം എന്ന കൂദാശയുടെ ഒരു വലിയ മഹത്വമാണ് ഇവിടെ വചനം എടുത്തു പറയും. അതായത് നമ്മൾ ഏറ്റവും എളിമയോടെ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറയാൻ, കർത്താവിൻ്റെ കാരുണ്യത്തിൽ അഭയം പ്രാപിച്ച്, കർത്താവേ നിന്നിലാണ് ഞങ്ങളുടെ അഭയം, നിന്നിൽ മാത്രമാണ് ഞങ്ങളുടെ രക്ഷ, ആ ഒരു വലിയ വിശ്വാസം നമ്മൾ ഏറ്റുപറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ ഒഴുകുന്നത് കാണാൻ പറ്റും. പലപ്പോഴും സാത്താൻ്റെ ഏറ്റവും വലിയ ഒരു പ്രലോഭനങ്ങളിൽ ഒന്നാണ് നമ്മൾ ചെയ്തു പോയ പാപത്തിൻ്റെ വലിപ്പം കാണിച്ചുകൊണ്ട് നമ്മളെ നിരാശയിലേക്കും അതുപോലെ തന്നെ മറ്റ് അസ്വസ്ഥതകളിലേക്കും തള്ളിവിടുക എന്നുള്ളത്. അതായത് നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഇത്രയും പാപം ചെയ്താൽ, ഇത്രയും ഹീനമായ പാപം ചെയ്ത നീ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ളത് നമ്മളെ സാത്താൻ നമുക്ക് പ്രലോഭിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ദൈവത്തിൻ്റെ കരുണയിൽ നമ്മൾ ആശ്രയം വയ്ക്കാതിരിക്കാനായിട്ട് സാത്താൻ ഒത്തിരി പരിശ്രമിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ വചനത്തിലൂടെയും ദൈവത്തിൻ്റെ വെളിപാടിലൂടെയും ഒക്കെ ഈശോ ഫൗസ്റ്റിനാക്കി വെളിപ്പെടുത്തി കൊടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയായിരുന്നു, എൻ്റെ കരുണയിൽ ആശ്രയിക്കും. എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവരെ ആരെയും ഒരിക്കലും ഞാൻ തള്ളിക്കളയത്തില്ല. ഇത്രമാത്രം വളരെ ശക്തമായ ഒരു ഭാഷയിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ഈശോ തന്നെ പഠിപ്പിക്കാൻ, ഇത്രമാത്രം അറിഞ്ഞിട്ടും ഇത്രമാത്രം കേട്ടിട്ടും ഇത്രമാത്രം നമ്മുടെ വലിയ ബോധ്യങ്ങളായി നമ്മുടെയൊക്കെ മുമ്പിലേക്ക് ദൈവം കടന്നു വന്നിട്ടും ഇടപെട്ടിട്ടും ഈ ഒരു വലിയ ബോധ്യത്തിലേക്ക് വളരുവാനായിട്ട് നമുക്കൊക്കെ സാധിക്കുന്നുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ സ്നേഹിക്കുവാനോ ഇതുപോലെ കരുണ കാണിക്കുവാനോ മറ്റുള്ളവരെ മനസ്സിലാക്കുവാനൊന്നും പലപ്പോഴും സാധിക്കാതെ പോകും. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ കുടുംബങ്ങളിൽ അപ്രകാരമാണ് ദൈവകരുണയോടുകൂടെ അല്ലെങ്കിൽ കാരുണ്യത്തോടെ സ്നേഹത്തോടെയൊക്കെ നമുക്ക് പെരുമാറാൻ സാധിക്കും. കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു, പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും, അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. വളരെ ശക്തമായിട്ട് പറയുകയാണ്. അതായത് പരസ്പര സ്നേഹത്തിലും കാരുണ്യത്തിലും ശുശ്രൂഷയിലും നമ്മുടെ കുടുംബങ്ങൾ വളരുന്നു. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപകൾ നമ്മുടെ കുടുംബത്തിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും നിറയുന്നത്. വീണ്ടും അതിൻ്റെ 9-ാം തിരുവചനം പറയുന്നു, 3-ാം അധ്യായം 9-ാം തിരുവചനം പറയുന്നു, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. പ്രിയപ്പെട്ടവർ, ഈ വചനഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള ആ ഒരു വലിയ പ്രശ്നങ്ങളുടെ എല്ലാം റൂട്ട് കോസ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മൂല കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കരുണയുടെ ജീവിതങ്ങളാകാൻ, സ്നേഹത്തിൻ്റെ ജീവിതങ്ങളാകാൻ, സമാധാനത്തിൻ്റെയും സൗമ്യതയുടെയും ഒക്കെ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറുവാൻ ദൈവം ആഗ്രഹിച്ചിട്ടും അതിനോട് ചേർന്ന് നിൽക്കുവാനോ അതിനനുസരിച്ച് ജീവിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനോ പലപ്പോഴും നമ്മൾ തയ്യാറാകാത്തത് കൊണ്ടല്ലേ ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട്, നിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിലും നിൻ്റെ വലിയ സ്നേഹവും കരുണയും കരുതലും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെയൊക്കെ പെരുമാറ്റങ്ങളിൽ, ഞങ്ങളുടെ സ്നേഹബന്ധങ്ങളിൽ, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ കർത്താവെ നിൻ്റെ സ്നേഹം നിറയുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ വളർത്തിയെടുത്ത് രൂപം നൽകി ഞങ്ങളെ പരിപാലിക്കുന്ന ഞങ്ങളുടെ നല്ല മാതാപിതാക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവെ, അവരുടെ ത്യാഗത്തെയും സ്നേഹത്തെയും അധ്വാനത്തെയും എല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ കൃപയുടെ ഭാഗമായി, ഞങ്ങൾ സ്നേഹത്തിൻ്റെ ഫലമായി നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. അവരുടെ ജീവിതങ്ങളെയും കർത്താവേ നിൻ്റെ ഹിതമനുസരിച്ച് വളരുന്നവരാകാൻ, നിൻ്റെ കരുണയിൽ
പൂർണ്ണമായ ശരണം വെച്ചുകൊണ്ട് നിന്നിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവിതങ്ങളായി ഞങ്ങളുടെ മക്കൾ മാറുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വളരെ പ്രത്യേകമായി ഈശോയെ, അനുതാപത്തിലൂടെ വീണ്ടും നിന്നിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള വലിയ ശക്തിയും കൃപയും ആർജവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടിയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അങ്ങേ അറിയുവാൻ, അങ്ങയുടെ സ്നേഹത്തിലും കരുണയിലും ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കർത്താവേ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ ചെറിയ ലാഞ്ചിന് പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഏശാതെ നിന്നെ സ്നേഹിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാ ആവശ്യങ്ങളും പ്രത്യേകമായ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ ഈശോയെ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി ദൈവകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങളെ ശരണപ്പെടുമെന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.